കഅബയുടെ മുകളിൽ ഭൂമി തിരിയുന്നതും പരുന്ത് പറക്കുന്നതുമായി സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ചാണ് ചോദ്യം. ഏതൊരു വ്യക്തിയുടെയും സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ ഇതുപോലെ ആരെങ്കിലും കണ്ടതും കേട്ടതും വെച്ച് പറയുക എന്നുള്ളത് പാടുള്ളതല്ല. സ്വപ്നങ്ങൾ എല്ലാം ഒരുപോലെയല്ല. നമുക്കറിയാം, സ്വപ്നങ്ങൾ പല നിലക്കുണ്ട്. അതിൽ നല്ല സ്വപ്നങ്ങളുണ്ട്, അറുയ സാലിഹ, ചീത്ത സ്വപ്നങ്ങളുണ്ട്, അൽ അഹ്ലാം, അൽ ഹുൽമു മിന ശൈത്താൻ എന്ന് പറയില്ലേ, പാഴ് സ്വപ്നങ്ങൾ. പിന്നെ നമ്മൾ മൂന്നാമതൊരു തരം സ്വപ്നങ്ങളുണ്ട്. അത് നമ്മൾ ഒരുത്തനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും എന്ന നിലക്കുള്ള നമ്മളുടെ ജീവിതത്തിൽ ഓരോ വിചാരങ്ങൾ, ചിന്തകൾ നമ്മുടെ മനസ്സിനെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്ത് ചെയ്യും, കിനാവായിട്ട് വരും. ഏതായാലും അറുയ സാലിഹ, അതാണ് വിഷയം, നല്ല സ്വപ്നങ്ങൾ. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജുസു മിൻ അർബഈന ജുസ മിനൻ നുബുവ എന്നൊക്കെ. അത് നുബുവത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്ത് ചെയ്യും, സത്യമായി പുലരുന്ന അവസ്ഥ വരും എന്നുള്ളതാണ്. അള്ളാഹു നബിമാർക്ക് നൽകുന്ന വഹ്യ് പോലെ തന്നെ ഒരു സുവിശേഷമായിരിക്കാം ചില സ്വപ്നങ്ങൾ, ഈ നല്ല സ്വപ്നങ്ങൾ. അതിനാൽ അതിനെ തുറന്നിട്ടൊരു മതവിധി സ്ഥിരീകരിക്കലും നബിമാർക്ക് വരുന്ന സ്വപ്നം പോലെ ദീന് സ്ഥാപിക്കലൊന്നും അതിൽ പറ്റൂല. പിന്നെ ഒരു സ്വപ്നം കണ്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചില സുവിശേഷങ്ങൾ അയാൾക്ക് അതിലൂടെ ഉണ്ടാകാം എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വ്യക്തി ഒരു നല്ല സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ വ്യാഖ്യാനിക്കണമെങ്കിൽ ആ കണ്ട വ്യക്തി ആരാണ്, ആളുടെ അവസ്ഥ എന്താണ്, അങ്ങനെ ഉണ്ടല്ലോ, അതൊക്കെ അറിയേണ്ടതുണ്ട്. പിന്നെ ഈ സ്വപ്ന വ്യാഖ്യാനം എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഫത്വ നൽകുന്നത് പോലെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞത് ഖുദിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാനി, നിങ്ങൾ ഫത്വ ചോദിക്കുന്ന വിഷയം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അഫ്തൂനി ഫി റുയായ, എൻ്റെ സ്വപ്നത്തിൽ നിങ്ങൾ എനിക്ക് ഫത്വ തരൂ എന്നാണ് രാജാവ് പറഞ്ഞത്. ഫത്വ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയാനാണ്. അപ്പോൾ ഈ സ്വപ്ന വ്യാഖ്യാനം പറയുന്നത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അത് മനസ്സിലാക്കാനാണ് ഞാൻ ഇത് പറഞ്ഞത്. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് വിളിച്ചു ചോദിക്കുമ്പോഴത്തേക്ക് നീ കണ്ടതിൻ്റെ വ്യാഖ്യാനം ഇതാണ് എന്ന് പറയാൻ പാടുള്ളതല്ല. അത് ഗൗരവപ്പെട്ട വിഷയമാണ്, അങ്ങനെ പറയാൻ പാടുള്ളതല്ല. പിന്നെ ഏതൊരു വ്യക്തിയാണ് ആ സ്വപ്നം കണ്ടത്, ആ കണ്ട വ്യക്തി, അയാളുടെ പരിസരം, അയാളുടെ ജീവിതം, ഇതൊക്കെ നോക്കിയിട്ടാണ് ഇതിൻ്റെ വ്യാഖ്യാനം പറയുക. അതുകൊണ്ട് തന്നെ പൂർവികർ, ഇപ്പോൾ ചില മഹത്തുക്കൾ, ചിലർ സ്വപ്നം കണ്ടിട്ട് ആ കണ്ട സ്വപ്നത്തെക്കുറിച്ച് വ്യാഖ്യാനം ചോദിക്കാൻ വേണ്ടിയിട്ട് വിടൽ വേറെ ആരെയിലായിരിക്കും. അപ്പം അതിനൊരു ഉദാഹരണം, ഒരു മഹാനൊരു സ്വപ്നം കാണുകയാണ്. എനിക്കുള്ളത് അബ്ദുല്ലാഹി ഇബ്നു സുബൈറ തോന്നുന്നു റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മുതുകിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മുതുകിലോ 4 ആണികൾ മേടുന്ന സ്വപ്നം കാണുന്നത്. അപ്പോൾ ഒരാളെ പറഞ്ഞു വിടുകയാണ്, ഒരു ഖാദിമിനെ പറഞ്ഞു വിടുകയാണ്. ഖാദിം കണ്ടതായിട്ട് ഇതെന്ത് ചെയ്യണം, മുഹമ്മദ് ബിൻ സീരീന് മുമ്പിൽ അവതരിപ്പിക്കണം. ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, അതിൻ്റെ വ്യാഖ്യാനം പറയാൻ ഈ ഖാദിം കണ്ടാൽ മതി. ഖാദിം എന്നിട്ട് പറയണം, ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? അപ്പോൾ മുഹമ്മദ് ബിൻ സീരീൻ പറയണം, നീ ആ സ്വപ്നം കാണൂല, പോകാൻ പറയാണ്. നീ ആ സ്വപ്നം കാണൂല, പോകാൻ പറയാം, നീ അല്ല കണ്ടത്. അപ്പോൾ സ്വപ്നം കണ്ട വ്യക്തി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വീണ്ടും പറഞ്ഞേക്കാണ്. അവസാനം അബ്ദുല്ലാഹി ഇബ്നു സുബൈറാണ് അത് കണ്ടത് എന്നുള്ളത് പറയാണ് മുഹമ്മദ് ബിൻ സീരീനോട്. അപ്പോൾ പറയണം, അത് അങ്ങനെയാണ് എങ്കിൽ പറയുന്നുണ്ട്, അബ്ദുൽ മലിക് ഇബ്നു മർവാന് 4 മക്കൾ ജനിക്കും, 4 ആൺമക്കൾ. ആ 4 ആൺമക്കളും ഖലീഫന്മാരാകുന്ന ഒരു വിഷയം. അങ്ങനെയാണ് അതിൻ്റെ വ്യാഖ്യാനം പോയത്. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ്റെ 4 മക്കൾ, വലീദ്, സുലൈമാൻ, ഹിഷാം, യസീദ്, ഈ 4 മക്കളെക്കുറിച്ചാണ് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പിന്നീട് മുഹമ്മദ് ബിൻ സീരീൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വെച്ചാൽ, ആരാണ് സ്വപ്നം കണ്ട ആ വ്യക്തിയെ കാണുക, നോക്കുക, അറിയുക എന്നുള്ളതൊക്കെ ഇതിൽപ്പെട്ടതാണ്, ഈ വ്യാഖ്യാനത്തിൽപ്പെട്ടതാണ്. ഖലീഫ ഹാറൂൻ റഷീദിൻ്റെ ഭാര്യ സുബൈദ അൽ ഹാഷിമിയ ഒരു സ്വപ്നം കണ്ട്, പക്ഷേ അവർ ആ സ്വപ്നം കണ്ടതായിട്ട് പറയാൻ കൂട്ടാക്കണില്ല. അവരെന്ത് ചെയ്യണം, അവരുടെ ഖാദിമത്തിനെ വിടുകയാണ്. ഞാനാണ് സ്വപ്നം കണ്ടത്, അതിൻ്റെ വ്യാഖ്യാനം പറയാൻ വേണ്ടിയിട്ട് മുഹമ്മദ് ബിൻ സീരീനോട്. അന്ന് അത് അറിയപ്പെട്ട സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ പണ്ഡിതനായിരുന്നു മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ ഈ ഖാദിമത്ത് വന്നിട്ട് പറയുകയാണ്, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. അപ്പോൾ മുഹമ്മദ് ബിൻ സീരീൻ അവിടെയും പറയുന്നുണ്ട്, നീ കാണൂല, പോകാൻ പറയാണ്. സുബൈദ കനാൽ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിലാണ് ആ സ്വപ്നം. അവസാനം പറയുന്നുണ്ട്, ഹാറൂൻ റഷീദിൻ്റെ ഭാര്യ സുബൈദ അൽ ഹാഷിമിയാണ് അത് കണ്ടത്. അപ്പോൾ മുഹമ്മദ് ബിൻ സീരീൻ പറയണ, അവർ കണ്ടതാണെങ്കിൽ അത് ശരിയാണ്, അവർ കാരണത്താൽ ലോകർക്ക് മുഴുവൻ, മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരു വിഷയം വരാനിരിക്കുന്നു
സുബൈദ ഖാനാലുമായി ബന്ധപ്പെട്ടുള്ള വ്യാഖ്യാനം മുഹമ്മദ് ബിൻ സിരീൻ പറഞ്ഞു എന്നാണ്. ഞാനിത് ഉദാഹരിച്ചതെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ഒരു സ്വപ്നം കണ്ട അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനങ്ങനെ അതിൻ്റെ വ്യാഖ്യാനം എന്നതാന്ന് പറയാൻ പാടുള്ളതല്ല. കാരണം ഇല്ല, സ്വപ്ന വ്യാഖ്യാനം പറയുമ്പോൾ ആ കണ്ട വ്യക്തി ആര്, അയാളുടെ അവസ്ഥ എന്ത്, ഇതൊക്കെ നോക്കേണ്ടതുണ്ട്. പിന്നെ അതിനനുസരിച്ചാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം പറയുക എന്നുള്ളതാണ്. മുഹമ്മദ് ബിൻ സീരീൻ തന്നെ 2 വ്യക്തികൾ, ഒരു വ്യക്തി സ്വപ്നം കണ്ടു ബാങ്ക് വിളിക്കുന്നതായിട്ട്, വേറൊരു വ്യക്തി സ്വപ്നം കണ്ടു ബാങ്ക് വിളിക്കുന്നതായിട്ട്. 2 ആൾക്കും മുഹമ്മദ് ബിൻ സീരീൻ നൽകിയ വ്യാഖ്യാനം വ്യത്യസ്തമാണ്. ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഞാൻ ബാങ്ക് വിളിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു, അതിൻ്റെ വ്യാഖ്യാനം എന്താ പറഞ്ഞ്, താങ്കൾ ഈ വർഷം ഹജ്ജ് ചെയ്യാൻ അവസരം ഉണ്ടാവും, ഹാജിയാകും, ഹജ്ജിന് അവസരം ഉണ്ടാവുന്നതാണ് അയാൾക്ക് കൊടുത്ത വ്യാഖ്യാനം. മറ്റൊരു വ്യക്തി വന്നപ്പോൾ ഞാനും ബാങ്ക് വിളിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കണ്ടപ്പോൾ അയാൾ പറഞ്ഞത് താങ്കൾ മോഷണ കേസിൽ പിടിക്കപ്പെടും എന്നുള്ളതാണ് അതിന് കൊടുത്ത വ്യാഖ്യാനം. പറയുമ്പോൾ 2 ആളും കണ്ട സ്വപ്നം ഒരേപോലത്തെയാണ്. പക്ഷേ 2 ആളെയും നോക്കിയിട്ടാണ് വ്യാഖ്യാനം പറഞ്ഞത്. ഒരു വ്യക്തി സാലിഹായ ഒരു വ്യക്തിയായിരുന്നു, അപ്പോൾ അയാൾ കണ്ടത് അദാനാണ്, വാദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് എന്നുള്ള ആ ആയത്ത് പ്രകാരം അതിന് വ്യാഖ്യാനം നൽകിയത്. എന്നാൽ അവരെയും കണ്ടത് അദ്ദേഹം അത്ര നല്ലൊരു മനുഷ്യനായിരുന്നില്ല. അയാളുടെ വിഷയത്തിൽ സ്വപ്ന വ്യാഖ്യാനം നൽകിയത് ഫാദനമു അതിനും അയ്യത്തുഹൽ ഒയറു ഇന്നക്കും ലസാരിഖൂൻ എന്ന് പറഞ്ഞേ, അവിടെയും അദനമു അതിനാണ്. ഒരാൾ വിളിച്ചു പറഞ്ഞു എന്നാണ്, ഒരാൾ മോഷ്ടാവാണെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ മോഷ്ടാക്കളാണെന്ന് പറഞ്ഞില്ലേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരന്മാരുടെ വിഷയത്തിൽ. അപ്പോൾ ഈ 2 ആയത്ത് പ്രകാരമാണ് എന്ത് ചെയ്ത് 2 ആൾക്കും മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി വ്യാഖ്യാനം നൽകിയത്. അവർ 2 പേരെയും നോക്കി അറിഞ്ഞതിന് ശേഷം അവരുടെ പരിസരവും സാഹചര്യവും മനസ്സിലാക്കിയതിന് ശേഷമാണ് വ്യാഖ്യാനം. ഞാൻ പറഞ്ഞ സ്വപ്ന വ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഫോണിൽ വിളിച്ചു ചോദിച്ച് അല്ലെങ്കിൽ വിഷയങ്ങൾ ഏതെങ്കിലും വേദികൾ ഒരാൾ കണ്ടത് അവതരിപ്പിച്ച് അങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു വിഷയമല്ല. ഇവിടെ ഈ ചോദ്യത്തിൽ കണ്ട സ്വപ്നത്തിൻ്റെ വിഷയത്തിൽ നമുക്കതിനൊരു വ്യാഖ്യാനം പറയുക എന്നുള്ളത് പ്രയാസമാണ്, പറ്റൂല. ഒന്നാമത് നമ്മളതിന് യോഗ്യരായ ആളുകളല്ല വ്യാഖ്യാനം പറയാൻ മാത്രം. പക്ഷേ അതിൽ എങ്കിൽ കൂടി മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാനങ്ങളും അനിവാര്യതകളുണ്ട്. അത് ഞാനിങ്ങനെ ഉണർത്തിയെന്ന് മാത്രം. അല്ലാഹു ആലം.